മണി അഫർമേഷൻസ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഇത് വായിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടത് കേട്ട് കിടന്നുറങ്ങുകയോ ചെയ്യാം. നമ്മളിലേക്ക് മണിയുടെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമ്മളുടെ മണി ബ്ലോക്കുകൾ എത്രയും ഈസിയായി മാറി നമ്മളിലേക്ക് സമൃദ്ധി വരാൻ ഈ അഫർമേഷൻസ് തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതാണ്. 1. സമൃദ്ധിയിൽ ജീവിക്കാൻ ഞാൻ അർഹനാണ്. സമൃദ്ധിയിൽ ജീവിക്കാൻ ഞാൻ അർഹനാണ്. 2. പല വിധത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പല വിധത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സന്തോഷകരമായ സമൃദ്ധമായ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സന്തോഷകരമായ സമൃദ്ധമായ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ കൂടുതൽ നൽകുന്തോറും എനിക്ക് കൂടുതൽ ലഭിക്കുന്നു. അതിനാൽ കൂടുതൽ പണം ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ നൽകുന്തോറും എനിക്ക് കൂടുതൽ ലഭിക്കുന്നു. അതിനാൽ കൂടുതൽ പണം ഞാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതം എപ്പോഴും സമൃദ്ധമാണ്. അതിനാൽ ഞാൻ സുരക്ഷിതനാണ്. എൻ്റെ ജീവിതം എപ്പോഴും സമൃദ്ധമാണ്. അതിനാൽ ഞാൻ സുരക്ഷിതനാണ്. പണം വളരെ നല്ലതാണ്. ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു. പണം വളരെ നല്ലതാണ്. ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു. പണം വലിയ അളവിൽ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം വലിയ അളവിൽ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അർഹമായ എല്ലാ സമ്പത്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അർഹമായ എല്ലാ സമ്പത്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പണം സ്വീകരിക്കാം എന്നതിന് എനിക്ക് പരിധികൾ ഇല്ല. എത്ര പണം സ്വീകരിക്കാം എന്നതിന് എനിക്ക് പരിധികൾ ഇല്ല. ഞാൻ പണത്തെ വിലമതിക്കുകയും കൂടുതൽ പണത്തെ എൻ്റെ ജീവിതത്തിലേക്കും ആകർഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പണത്തെ വിലമതിക്കുകയും കൂടുതൽ പണത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. പണം സമ്പാദിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പണം സമ്പാദിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു സമ്പന്നമായ ജീവിതം നയിക്കാൻ ഞാൻ യോഗ്യനാണ്. ഒരു സമ്പന്നമായ ജീവിതം നയിക്കാൻ ഞാൻ യോഗ്യനാണ്. എനിക്ക് ആവശ്യമുള്ള പണം എപ്പോഴും എൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കും. എനിക്ക് ആവശ്യമുള്ള പണം എപ്പോഴും എൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കും. ഞാൻ സമൃദ്ധമായ സമ്പന്നമായ സന്തോഷകരമായ ജീവിതം എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമൃദ്ധമായ സമ്പന്നമായ സന്തോഷകരമായ ജീവിതം എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സമൃദ്ധി ഈ ലോകത്തിൻ്റെ നന്മയ്ക്കാണ്. എൻ്റെ സമൃദ്ധി ഈ ലോകത്തിൻ്റെ നന്മയ്ക്കാണ്. എൻ്റെ പണം സത്യമാണ്. എൻ്റെ പണം സത്യമാണ്. എൻ്റെ നന്മ എന്നിലൂടെ സമ്പത്തിലും പ്രതിഫലിക്കുന്നു. എൻ്റെ നന്മ എന്നിലൂടെ സമ്പത്തിലും പ്രതിഫലിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സമ്പത്ത്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സമ്പത്ത്. ഞാൻ അനുദിനം സമ്പന്നനാണ്. ഞാൻ അനുദിനം സമ്പന്നനാണ്. പണം നന്മയാണ്. പണം നന്മയാണ്. ദൈവത്തിൻ്റെ സമ്പത്ത് എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളെയും ബിസിനസ്സുകളെയും സാമ്പത്തിക സ്ഥിതിയെയും സാമ്പത്തിക സ്രോതസ്സുകളെയും നിക്ഷേപങ്ങളെയും ഇരട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. ഉറങ്ങുമ്പോഴും പണം എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉറങ്ങുമ്പോഴും പണം എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്കിനെ ഞാൻ സ്വീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്കിനെ ഞാൻ സ്വീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും എന്നിലേക്ക് തന്നെ 10 മടങ്ങായിട്ട് അത് സമ്പത്തായും സമൃദ്ധിയായും എന്നിലേക്ക് വന്നു നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും എന്നിലേക്ക് തന്നെ 10 മടങ്ങായിട്ട് അത് സമ്പത്തായും സമൃദ്ധിയായും എന്നിലേക്ക് വന്ന് നിറയുന്നു. തീർച്ചയായും ഈ മണി അഫർമേഷൻസ് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഇത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന ടൈം നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ടൈമും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു മയക്കാവസ്ഥയിലുമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ അഫർമേഷൻസ് കേട്ടുകൊണ്ട് ഉറങ്ങുക, അല്ലെങ്കിൽ രാവിലെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു മയക്കത്തിൽ ഇത് കേൾക്കുക.
ഏറ്റവും അധികം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് കോപ്പി ചെയ്ത് വെക്കും. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു എന്താ പറയണ ഒരു അത്ഭുത വിളക്കിൽ നിന്ന് വരുന്ന ഒരു ഭൂതമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള കഥകളിൽ അലാവുദ്ദീൻ അത്ഭുത വിളക്കിലെ ആ ഭൂതമാണ് ശരിക്കും നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയാത്തതായി ഒന്നും ഈ ലോകത്തിലില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.